ഇന്ന് വെറൈറ്റി ആട്ടോ. ഒരു നാടൻ കപ്പ, ഒരു കഷ്ണം ഇതിൽ നിന്ന് ഒരു കപ്പ എടുത്ത് നമുക്ക് ചെണ്ടക്കപ്പയായിട്ട് വേവിച്ച് പാക്കറ്റ് അച്ചാർ കൂട്ടി ഒന്ന് കഴിച്ച് നോക്കാം. അപ്പം നമ്മൾ തൊണ്ട് പൊളിച്ച് അരി നേക്ക് വെള്ളം ഒഴിച്ച് അടുപ്പ വെച്ചു. ഇനി ഇതിനകത്ത് ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നോക്കിയിരുന്ന് തിളയ്ക്കുമ്പോഴത്തേന് വാങ്ങി ഊറ്റിയെടുക്കണം, അല്ലെങ്കിൽ വെന്ത് നാശം വന്ന് പോകും. എന്നിട്ട് ഉള്ളു പൊടിഞ്ഞ് കിട്ടണം കപ്പ, അതേ രീതിയിൽ വാങ്ങണം. അപ്പം നമ്മുടെ കപ്പ നന്നായിട്ട് തിളച്ചു കേട്ടോ. ഇനി നമുക്ക് ഊറ്റിയെടുക്കാം. കപ്പയ്ക്കുള്ള ഒരു കറി, പച്ചമുളകും ഉള്ളിയും ഉപ്പും കൂടെ ചതച്ച് പൊട്ടിച്ചെടുത്തിട്ട് പച്ചവെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്താട്ടോ ഇത്. നന്നായിട്ട് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ചിലർ ഇതിനകത്ത് വാളംപുളി ചേർക്കും. ശകലം പുളി ചേർത്തിട്ട് പുളിയും മുളകും ഞെരടി എന്ന് പറയും. പക്ഷെ ഞാൻ പുളി ചേർത്തിട്ടില്ല കേട്ടോ. പുളിയും മുളകും മാത്രം ഉപ്പും വെച്ച് കല്ലിൽ വെച്ച് ചതച്ചെടുത്തു. വെളിച്ചെണ്ണ ഒഴിച്ചു. കേരമീൻ്റെ ഒരു അച്ചാറാട്ടോ, 10 രൂപ വിലയുടെ ഒരു രസം. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് ഓർത്ത് ഒന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന. അപ്പോൾ അതിനെ ചെണ്ടക്കപ്പയ്ക്ക് നമുക്ക് കൂട്ടിയെടുക്കാം. എന്താ കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ഇതും കൂടി എടുക്കാം പാത്രത്തിൽ. വായിക്കുന്ന ആളോ? റിപ്പോർട്ടർ ചാനലിൻ്റെ അല്ലേ? കപ്പയും മുളകും വിളമ്പി വെച്ചു കേട്ടോ ഞാനേ. അപ്പം ഞങ്ങൾ ഇന്നത്തെ എൻ്റെ ഉച്ചക്കത്തെ ഇതാണ് ഭക്ഷണം. കപ്പ ചോറുണ്ടു, ഞാനിതാ കഴിക്കാൻ പോകുന്നത്. കണ്ടോ, വല്ലപ്പോഴൊക്കെ ഒരു കഷ്ണം കപ്പ തിന്നാം കേട്ടോ. ഇതൊന്നും തിന്നാൽ ഇതും കൊള്ളില്ല. പ്രഷറുള്ളവർക്കും ഷുഗറുള്ളവർക്കും ഒന്നും കപ്പ കൊള്ളില്ല. എന്നാലും ഒരു കഷ്ണമൊക്കെ കഴിക്കാൻ പറ്റുമേ. ഇപ്പം ഇന്നലെ ഞായറാഴ്ച രാവിലെ ഞങ്ങൾ കുടുംബത്തിലുള്ളവരെല്ലാവരും കൂടെ കൂടി ഒരു യാത്ര പോയേക്കുമായിരുന്നു കേട്ടോ, നാടൻ പ്രദേശത്തേക്ക്. എറണാകുളം വരെ പോയി. അപ്പോൾ അവിടെ ഒരു ബന്ധു വീട്ടിൽ കയറിയപ്പം അവിടെ നിന്ന് കിട്ടിയ കപ്പയാട്ടോ ഇത്. നല്ല കപ്പയെന്ന് പറഞ്ഞാൽ അവർ നമുക്കൊരു ചൂട് കപ്പ പറിച്ച് തന്നു. അതും കൊണ്ട് പോന്നു രാത്രിയിൽ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചത്. പിന്നെ ഇതൊന്ന് ചെണ്ടനായിട്ട് ഇങ്ങനെ ഒന്ന് വേവിച്ച് നോക്കി അങ്ങനെയുണ്ടെന്ന്. ഇനി അരപ്പിട്ട് നമ്മൾ തേങ്ങ അരപ്പൊക്കെ ഇട്ട് പിന്നെ കറിയൊക്കെ കൂട്ടി തിന്നാനായിട്ട് വേറെ ഉണ്ടാക്കും. പിള്ളേർക്ക് ഇഷ്ടമല്ല അത്ര ചെണ്ടക്കപ്പ തിന്നുന്നത്. അവർക്ക് അരപ്പിട്ട് നല്ല കുഴച്ച് പൊടിഞ്ഞ്